അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ സൗന്ദര്യം നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും എങ്ങനെ നല്ല രീതിയിൽ തിളക്കമായിട്ടും സ്കിന്നിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പ്രോപ്പറായിട്ട് എങ്ങനെ നമ്മൾ വർദ്ധിപ്പിക്കാം, അതായത് സൗന്ദര്യം അല്ലെങ്കിൽ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെ വർദ്ധിപ്പിക്കാം, ഏജ് ആയിക്കഴിഞ്ഞാലും അതെങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകാം എല്ലാ ദിവസവും പ്രോപ്പറായിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. എൻ്റെ ഇന്നലെ ആയിരുന്നു 59ാമത്തെ പിറന്നാൾ കേട്ടോ. അപ്പോൾ ഞാൻ 50 വയസ്സ് വരെ തന്നെ ജീവിക്കുമോ എന്നുള്ളത് എനിക്കൊരു ഭയങ്കര അതിശയമായിരുന്നു. അതായത് പണ്ട് കാലത്തൊക്കെ 50 വയസ്സ് പറയുമ്പോൾ ഭയങ്കര ഒരു അതിശയമുള്ള, എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു അതിശയമുള്ള കാര്യമാണ്. അപ്പോൾ ദൈവം എനിക്ക് സർവായുസ്സും സർവാരോഗ്യവും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഞാൻ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ ഫോട്ടോ സ്റ്റാറ്റസിലിട്ടപ്പോൾ, ഞാൻ യൂട്യൂബിലിട്ടപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇത് 18 വയസ്സിന് താഴെയുള്ള മുകളിലുള്ള എല്ലാവർക്കും ആൺ പെൺ വ്യത്യാസമില്ലാതെ കാണാവുന്ന വീഡിയോസാണ് എൻ്റെതെല്ലാം കേട്ടോ. അപ്പോൾ സാധാരണക്കാർ കൂടാതെ വലിയവരും കാണാം. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. സത്യസന്ധമായ എൻ്റെ അനുഭവങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് എന്നെ സക്സസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എനിക്ക് വാച്ച് ടൈം വേണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വാച്ച് ടൈം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്കിൻ എങ്ങനെയാണ് ഈ സമയത്തും എല്ലാ വീഡിയോയിലും ഒന്നും ഇടാറില്ല എന്ന് പറഞ്ഞിട്ടും എങ്ങനെയാണ്, അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊരു വീഡിയോ ഇടണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് സൗന്ദര്യം എങ്ങനെ, സ്കിൻ പ്രൊട്ടക്ഷനും സൗന്ദര്യം എങ്ങനെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാമെന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, ഒന്ന് സമയം എടുത്ത് കാണുക. അപ്പോൾ ഞാൻ വേഗം ഈസി ആയിട്ട് പറഞ്ഞു തരാം. നമ്മൾ കണ്ണിൽ കണ്ട സാധനങ്ങളൊന്നും വാങ്ങി തേക്കരുത് കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ തേക്കുകയാണെങ്കിലും ചിലവർക്ക് അലർജിയാണ്, ചിലവർക്ക് പെട്ടെന്നുള്ള റിസൾട്ടേ കിട്ടുകയുള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന പോലെ ഗ്ലിസറിൻ സോപ്പ് അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുകയോ പൈസ മുടക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. ഗ്ലിസറിൻ സോപ്പ് അല്ലെങ്കിൽ ഫേസ് വാഷ് എന്താ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അത് അലോവേറ അടങ്ങിയതാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അത് നിങ്ങൾ ഫേസിൽ ഒക്കെ ഇട്ടിട്ട് അതിന് മുമ്പേ തന്നെ, കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് സ്റ്റീം കൊടുക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സ്റ്റീം കൊടുക്കുക. പറ്റുന്നവർക്ക് 1.5 ഡെയിലി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും 1.5 നിങ്ങൾ സ്റ്റീം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, മുഖം എന്തെങ്കിലും മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഒന്ന് മസാജ്, ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ സ്കിന്നിന് ഡെയിലി വരണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് വന്നിട്ട് കാര്യമില്ല, മുഖത്ത് നമുക്ക് വരണം. അപ്പോൾ നിങ്ങൾ ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ തന്നെ വെളിച്ചെണ്ണ എന്തെങ്കിലും ഓയിൽ വെച്ചിട്ട് ഇങ്ങനെ മസാജിങ് ഒക്കെ കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. ഒന്നും മസാജിങ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ വേഗം ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുഖം സോപ്പിട്ട് കഴിയുക, കുളിക്കുക, എന്തെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയ മോയ്സ്ചറൈസ് ക്രീം, പറ്റുന്നവർക്ക് ക്രീം, അല്ലാതെ ലോഷൻ, ക്രീമി മോയ്സ്ചറൈസിങ് എന്താണ് അതിന് പറയുക, അങ്ങനെ ലോഷൻ പോലുള്ളത് പറ്റുന്നവർ 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് സ്കിൻകാർക്ക് 2 ടൈപ്പാണ്. അപ്പോൾ ക്രീം ചിലവർക്ക് മോയ്സ്ചറൈസിങ് ക്രീമും ഉണ്ട്, ലോഷൻ പോലെയുള്ളതും ഉണ്ട്. അപ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസിങ് ക്രീമോ മറ്റ് ലോഷൻ പോലുള്ളതോ മുഖത്ത് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൗഡർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. പൗഡർ ഇടുന്നതുകൊണ്ട് ഒരു ദൂഷ്യമില്ല, നല്ല പൗഡറുകൾ ഇടണമെന്നേ ഉള്ളൂ. അപ്പോൾ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡെയിലി അങ്ങനെ സ്കിൻ പ്രൊട്ടക്ഷൻ അങ്ങനെ ചെയ്ത് പോവുക. വീട്ടിലുള്ളവർ പൈസ മുടക്കുന്നവരാണെങ്കിൽ പാർലറിലൊക്കെ പോവുക. ഞാൻ പോകണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ പാർലറിൽ പോകാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നമുക്ക് ഡെയിലി, ഞാനൊരു ഞാൻ ബ്യൂട്ടീഷ്യനാണ്, പക്ഷേ ഇന്ന വരെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് മസാജും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നമുക്ക് ചെയ്ത് നോക്കിയാലല്ലേ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഞാൻ ഇന്ന വരെ ഒരു മസാജിങ്ങോ ഒരു ഫേഷ്യലോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, കുളിക്കാൻ പോകുന്നതിന് മുമ്പ് എപ്പോഴൊന്നും എനിക്ക് സമയം കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. സൗന്ദര്യം തന്നെയാണ് നമ്മുടെ മൈൻഡ് സെറ്റും കോൺഫിഡൻസും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ നമ്മൾ ഉപകരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറേ വേഷം കെട്ടിയുള്ള സൗന്ദര്യമല്ല ഞാൻ പറയുന്നത്, നേച്ചുറലായിട്ടുള്ള സൗന്ദര്യമാണ്. അതിന് നിങ്ങൾ എങ്ങനെ തന്നെ ചെയ്താൽ മതി, ഡെയിലി ഞാൻ പറയുന്ന പോലെ. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഗ്ലിസറിൻ സോപ്പ് എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞിട്ട്, സാധാരണ സോപ്പ് നിങ്ങൾ ഇടരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡ്രൈ ആകും, പിന്നെ സ്കിന്നൊക്കെ ഡാമേജ് ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയ ഗ്ലിസറിൻ സോപ്പോ ഫേസ് വാഷോ ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഇത്രമാത്രം മതി കേട്ടോ. ഒരു പൗഡർ ഇടുന്നവർ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ ഇടണ്ട. ഇത്രയേ ഉള്ളൂ. ഡെയിലി നിങ്ങൾ പ്രോപ്പറായിട്ട് വെളിയിൽ പോകുന്നവരായാലും ഇതൊക്കെ മതി ധാരാളം. പിന്നെ ഞാൻ മസ്റ്റായിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യം, സൺസ്ക്രീൻ ഉപയോഗിക്കുക കേട്ടോ.
സൺസ്ക്രീനും നമ്മുടെ ക്ലൈമറ്റിന് ഭയങ്കര ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു സ്കിന്നിൻ്റെ ഡേഞ്ചറായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നിങ്ങൾ സൺ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രം മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ സൗന്ദര്യം നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഡെയിലി പ്രോപ്പറായിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇത് ഒരുപാട് പേര് എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ കാരണം. സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾ അതൊന്ന് കൊണ്ടുപോവുക. അപ്പോൾ ഈ വീഡിയോ അതുപോലെ എൻ്റെ ബർത്ത്ഡേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാതിരിക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മടിയുള്ളവരെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.